ഹായ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് ലാബ് സെക്ഷൻ ഇല്ലേ? അപ്പം ലാബ് സെക്ഷനിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. നമുക്കൊരു അവസാനത്തെ എക്സ്പെരിമെൻ്റ് ആണ്. അതൊന്ന് അതിൻ്റെ ഒരു തിയറി ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ, അത് കഴിഞ്ഞ് കോണ്ടാക്ട് ക്ലാസ് ഏതെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് അപ്പം പെട്ടെന്ന് ലാബ് ചെയ്ത് തീർക്കാൻ തോന്നും. എനിക്കറിയില്ല അതിൻ്റെ കോണ്ടാക്ട് ക്ലാസ് കിട്ടുമോ, അതെങ്ങനെയാണെന്നും അറിയില്ല. കിട്ടുമായിരിക്കും, എന്തായാലും പരീക്ഷയ്ക്ക് മുമ്പ് കിട്ടും. അപ്പം എന്തായാലും ഉച്ച കഴിഞ്ഞിട്ട് എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ. പ്രസൻറ്റേഷൻ കാണുന്നുണ്ടെന്നും കേൾക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ വോയിസ് ഓണാക്കി പറഞ്ഞാൽ മതി, എന്തെങ്കിലും കണക്ഷൻ പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, 37 ആൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം, എല്ലാവരും ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, so in our previous class we discussed about a particle which is trapped inside a square well potential. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്ഡ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, now if it is a classical particle, what we normally do to predict the behavior of particle or to derive the properties of particle? ഇപ്പോൾ ഇതൊരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിറൈവ് ചെയ്യാൻ നമ്മൾ എന്താ സാധാരണ ചെയ്യുക? Normally for a classical particle we draw a force diagram or a free body diagram. നമ്മളൊരു ക്ലാസിക്കൽ പാർട്ടിക്കിളിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും, അല്ലെങ്കിൽ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ദെൻ ആഫ്റ്റർ ദാറ്റ് വി അപ്ലൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആൻഡ് യൂസിങ് ദാറ്റ് വി ഡിറൈവ് ഓൾ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പർട്ടിക്കുലർ പാർട്ടിക്കിൾ. നമ്മൾ എന്ത് ചെയ്യും? ഒരു സാധാരണ ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ നമ്മൾ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കും, മറ്റേ ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്ത് ഇതിന്റെ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്യും. ബട്ട് നൗ വി ആർ ഡീലിംഗ് വിത്ത് എ പാർട്ടിക്കിൾ വിച്ച് ഷോസ് ക്വാണ്ടം എഫക്ട്, അതായത് സൈസ് കുറഞ്ഞ ക്വാണ്ടം ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിളാണ് ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. എന്താണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്നൊക്കെ ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. So since this is a quantum particle or a particle which shows dual behavior, we will apply the important equations in quantum mechanics, which is Schrodinger's time independent equation. നമ്മൾ ഈ പാർട്ടിക്കിളിന്റെ ബിഹേവിയർ പ്രൊഡിക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? വി വിൽ യൂസ് Schrodinger's time independent equation. അതാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. We apply the one-dimensional Schrodinger's equation for this particle inside this box. ബോക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആണ്. സോ വാട്ട് ഈസ് Schrodinger's വൺ ഡയമെൻഷണൽ ഇക്വേഷൻ? നമ്മളൊരു ഡെറിവേഷന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാനൊന്ന് റിവൈൻഡ് ചെയ്തു പോകുന്നത്. ദിസ് ഈസ് Schrodinger's വൺ ഡയമെൻഷണൽ ഇക്വേഷൻ. ദാറ്റ് മീൻസ് ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m by h cut square e minus v into psi equal to 0. This is the Schrodinger's one dimensional wave equation. Okay, what is the main element of this equation? This equation tells about the variation of this term psi. ഈ സൈയുടെ വേരിയേഷൻ ആണ് ഇക്വേഷൻ മൊത്തം നമ്മളോട് പറയുന്നത്. വാട്ട് ഈസ് psi? psi is the wave function of particle which is inside this box. psi എന്നതുകൊണ്ട് ഇക്വേഷൻ നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? Psi represents the wave function of particle which is trapped inside this square well potential. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിനുള്ളിൽ കൺഫൈൻ ചെയ്യപ്പെട്ടു പോയ അല്ലെങ്കിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ് psi എന്ന് പറയുന്നത്. വേവ് ഫംഗ്ഷൻ എന്താണ്? നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്താണ്. വേവ് ഫംഗ്ഷൻ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ which is normally a complex mathematical function which represent all the properties of particle. അതായത് വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ using wave function we can derive all the particles or all the properties of this particle. Okay, so we write the Schrodinger's time independent equation for this particle, and here we have m. What is m?
M is the mass of particle, and h cut is the reduced Planck's constant. And what is E? E is the energy possessed by particle, or the E is the allowed energy state which can be possessed by particle. അതായത് ഈ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന് പ്രോസസ് ചെയ്യാൻ പറ്റിയ എനർജി ലെവൽസിനെയാണ് ഇ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി ഈസ് ദ പൊട്ടൻഷ്യൽ വിച്ച് വി ആർ ഡീലിംഗ് വിത്ത്. ആ വി എന്ന് പറയുന്നത് സീറോ ആണ്. ഇൻസൈഡ് ദ ബോക്സ് നമ്മൾ കണ്ടു, ഇൻസൈഡ് ദിസ് ബോക്സ് വി ഈസ് ഈക്വൽ ടു സീറോ. സോ വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട്. നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിൾ എവിടെയാ? ബോക്സിനുള്ളിലാണ്. ബോക്സിനുള്ളിൽ വി സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് v equal to 0. So our equation become reduced to this form: dou square psi by dou x square plus 2me by h cut square psi equal to 0. Now we substitute that k square equal to 2me by h cut square. നമ്മൾ എന്ത് ചെയ്തു? ഈ 2me by h cut square ന് പകരം k square substitute ചെയ്തു. Now this looks like a general differential equation. ഇപ്പോൾ equation 1 എന്താണ്? ഇക്വേഷൻ 1 ഒരു ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. ആൻഡ് വാട്ട് ഈസ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ? ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ ഈസ് psi of x equal to a sin kx plus b cos kx. ആക്ച്വലി സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈയുടെ വേരിയേഷൻ കാണിക്കുന്ന ഒരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ആൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ ഈസ് psi. ഈ ഇക്വേഷൻ, ഈ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് psi ആണ്. സോ ദിസ് ഈസ് എ ജനറൽ ഡിഫറൻഷ്യൽ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. And the solution should look like psi of x equal to a sin kx plus b cos kx. And here we have two terms which is unknown. നമുക്കറിയാത്ത രണ്ട് ടേമുകളുണ്ട്, ഒന്ന് a and b. So using the boundary conditions of this scenario, we are now going to reduce the expression for a and b. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പർട്ടിക്കുലർ സിനാരിയോയുടെ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ എയ്ക്കും ബിക്കും ചില വാല്യൂസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, സോ വാട്ട് ആർ ദി ബൗണ്ടറി കണ്ടീഷൻസ്? സോ ഇൻ ദി സിനാരിയോ എന്തൊക്കെയാണ് ഈ സിനാരിയോയുടെ ബൗണ്ടറി കണ്ടീഷൻസ്? ഫസ്റ്റ് വൺ, അറ്റ് എക്സ് ഈക്വൽ ടു 0 psi of x equal to 0. അതായത് എക്സ് ഈക്വൽ ടു 0 എന്ന പൊസിഷനിൽ ഒരു തരത്തിലും പാർട്ടിക്കിളിനെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം എക്സ് ഈക്വൽ ടു ഈ ഒരു പൊസിഷൻ മുതൽ ഈ ഒരു പൊസിഷൻ വരെ പാർട്ടിക്കിൾ മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഉള്ളൂ. സോ അറ്റ് എക്സ് ഈക്വൽ ടു 0 വി ഹാവ് 0 പ്രോബബിലിറ്റി ഫോർ ഫൈൻഡിങ് പാർട്ടിക്കിൾ ദർ. ദാറ്റ് മീൻസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 psi of x equal to 0. Similarly at x equal to L, x equal to L എന്ന പൊസിഷനിലും ഇതിനപ്പുറത്തേക്കും പാർട്ടിക്കിളിനെ കാണാൻ നമുക്ക് പറ്റില്ല. There is 0 probability of finding particle there. So we can also write at x equal to L psi of x equal to 0. So we get two boundary conditions, രണ്ട് boundary conditions കിട്ടി. Now substitute this boundary condition to our general solution of the second order differential equation. ഈ second order differential equation general solution which gives an expression for psi of x. ഈ general solution എന്താണ്? psi of x നാണ് ഒരു എക്സ്പ്രഷൻ തരുന്നത്. എന്താണ് psi of x? Psi of x is the wave function of particle. സോ വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. എന്തിന്റെ? ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന് ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്ത് വരുന്നത്. Okay, so now first we substitute psi of x equal to 0 at x equal to 0. So put x equal to 0 for all the terms which contains x, and put psi of x equal to 0. That gives us this constant b equal to 0. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്നാമത്തെ ബൗണ്ടറി കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ we will get that we reduced our expression for wave function as psi of x equal to a sin kx. Now we substitute the second boundary condition. That means psi of x equal to 0 at x equal to L in this equation. Now we will get a condition that if this boundary condition is to satisfied, then sin kl should be 0. എന്ത് ചെയ്യണം? sin kl എന്ന് പറയുന്നത് 0 ആയേ പറ്റൂ ഈ ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ. If sin kl should be 0, that means kl is equal to some multiple of pi. അതായത് സൈൻ കെ എൽ എന്ന് പറയുന്ന എക്സ്പ്രഷൻ 0 ആവണമെങ്കിൽ എന്താണ്? കെ എൽ എന്ന് പറയുന്നത് പൈയുടെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ബിക്കോസ് വി നോ ഹൗ when the function sin becomes 0, sin in the function of 0 ആണ് sin 0, sin pi, sin 2 pi, sin 3 pi up to sin n pi. So kl should be equal to n pi if sin kl equal to 0. So we get an expression for k as n pi by l. Now substitute this expression for k as n pi by l in this our equation. നമ്മൾ നേരത്തെ റെഡ്യൂസ്ഡ് ആയ വേവ് ഫംഗ്ഷന്റെ എക്സ്പ്രഷനിൽ എന്ത് ചെയ്യുക? ഈ കേക്കുള്ള എക്സ്പ്രഷൻ റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ അവർ എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ ബിക്കംസ് psi of x equal to a sin n pi by l into x. ഇതാണ് നമ്മൾ ഇന്നലെ വരെ ചെയ്തത്. ഇതാണ് ഓക്കെ. അപ്പൊ നമുക്ക് വേവ് ഫംഗ്ഷൻ, നമ്മൾ പറയുന്ന വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്
ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ വേവ് ഫംഗ്ഷൻ ആണ്. സോ വി ഗെറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ ആസ് psi of x equal to a sin n pi by l into x. ആൻഡ് ടു ഫൈൻഡിങ് എ, നമുക്ക് ഇനിയും ഈ എ എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ ഫോർ ഫൈൻഡിങ് എ വി അപ്ലൈ അനദർ ബൗണ്ടറി കണ്ടീഷൻ ഓർ വി അപ്ലൈ അനദർ പ്രോബബിലിറ്റി കണ്ടീഷൻ, ദാറ്റ് ഈസ് ഇന്റഗ്രൽ 0 to l psi psi star dx equal to 1. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്താണ് ഇന്റഗ്രൽ 0 to l psi psi star dx എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാവില്ല. അതുപോലെ ഇഫ് ഇറ്റ് ഈസ് ഇന്റഗ്രൽ a to b psi psi star dx ആണെന്ന് വിചാരിക്കുക. ഈ ഇന്റഗ്രൽ 0 to l ന് പകരം a to b psi psi star dx ആണെന്ന് വിചാരിക്കുക. then it defines what is the probability of finding particle between the positions a and b. അതായത് ഇന്റഗ്രൽ a to b psi psi star dx ആണെങ്കിൽ അതെന്ന് പറയുന്നത് എ എന്ന പൊസിഷനും ബി എന്ന പൊസിഷനും ഇടയിൽ നമ്മൾ പറയുന്ന പാർട്ടിക്കിളിനെ കണ്ടെത്താനുള്ള പ്രോബബിലിറ്റി ആണ്. ഓക്കെ, നൗ ദാറ്റ് മീൻസ് here we have square well potential. So integral, if ഇവിടെ ഒരു പൊസിഷൻ consider, if we have position a here and we have a position b here, so integral a to b psi psi star dx means the probability of finding particle here. But we are not dealing with integral a to b. ഓർമ്മയുണ്ട് അവിടെ എന്താ ചെയ്ത് ഇന്റഗ്രൽ 0 to l, ഇന്റഗ്രൽ 0 to l. So we are dealing with the whole box. അതായത് ഇന്റഗ്രൽ 0 to l 0 psi psi star dx എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ബിറ്റ്വീൻ 0 to l. അല്ലെങ്കിൽ ഈ ബോക്സിനുള്ളിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള പ്രോബബിലിറ്റി ആണ്. നമ്മൾ ഈ ബോക്സിനുള്ളിലുള്ള പാർട്ടിക്കിൾ ബോക്സിനുള്ളിലാണ്. സോ വാട്ട് ഈസ് ദ ഹോൾ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദിസ് ബോക്സ്? നമ്മൾ എന്തായാലും പാർട്ടിക്കിളിനെ കണ്ടെത്തും 0 മുതൽ l വരെയുള്ള ഏതെങ്കിലും ഒരു പൊസിഷൻ. സോ അവർ പ്രോബബിലിറ്റി ബിക്കംസ് 100% ഓർ 1. അല്ലെങ്കിൽ we are sure that we will find the particle at the vicinity from 0 to l. So this expression becomes the equation for probability becomes integral 0 to l psi psi star dx equal to 1. So we പെട്ടെന്നൊരു ഡൗട്ട് വരും, എന്താണ് ഈ psi star എന്ന് പറയുന്നത്? psi star എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷൻ ഒരു കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് വേവ് ഫംഗ്ഷൻ. പക്ഷെ വി ഹാവ് അവർ വേവ് ഫംഗ്ഷൻ ഹിയർ റിയൽ, വി ഹാവ് എ റിയൽ വേവ് ഫംഗ്ഷൻ. നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റിയൽ വേവ് ഫംഗ്ഷൻ ആണ്. സോ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഈസ് സെയിം ആസ് ദ എക്സ്പ്രഷൻ. കോംപ്ലക്സ് കോൺജുഗേറ്റും റിയൽ ഫംഗ്ഷൻ തമ്മിൽ വലിയ, അതായത് അതേ ഫംഗ്ഷൻ തന്നെയായിരിക്കും അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റും. സോ നൗ വാട്ട് വി ഡു, നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് psi ഫോർ ഹിയർ. നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ എക്സ്പ്രഷനിൽ psi, നമുക്ക് കിട്ടിയ psiക്ക് ജനറൽ എക്സ്പ്രഷൻ കിട്ടും. വി ഹാവ് എ ജനറൽ എക്സ്പ്രഷൻ ഫോർ psi ആൻഡ് psi star. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ഹിയർ ആസ് psi psi സ്റ്റാറിന് വരെ നമ്മൾ എന്ത് ചെയ്തു, ഇന്റഗ്രൽ 0 to l a sin n pi by n pi x by l into a sin n pi x by l dx. Now we are going to reduce this equation. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to l a square sin square n pi x by l dx equal to 1. Now നമ്മൾ എന്ത് ചെയ്യുന്നു, now put this a square outside. ഈ a square എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. So we can put we can take out this a square. a square പുറത്തേക്ക് ഇടാം. Now we have a square integral 0 to l sin square n pi x by l dx equal to 1. Now what is sin? Some sin square we know from trigonometry, basic trigonometry നിങ്ങൾ പ്ലസ് 2 പഠിച്ചിട്ടുണ്ടാവും. എന്താണ് cos 2x equal to 1 minus 2 sin square x. cos 2x equal to 1 minus 2 sin square x. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, we get an expression for sin square x. What is sin square x? Sin square x equal to 1 minus cos 2x by 2. Now substitute for this expression sin square n pi x by l എന്ന് പറയുന്ന ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ടേമിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോസിന്റെ ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. Now we have a square into 0 to l 1 minus cos 2 pi n some sort of thing. അത് കൺസിഡർ ചെയ്യണ്ട. Now നമ്മൾ എന്ത് ചെയ്യുന്നു, now we are going to split this equation into two integrals. അതായത് ഇവിടെ 1 മൈനസ് എന്നുണ്ടല്ലോ. So take 1 by 2 outside. So a square integral 0 to l 1 by 2 dx minus a square into integral 0 to l cos 2 n pi x by l into dx. Now we have this integration of integral 0 to l cos 2 pi nx by l. അതെന്താ, നമുക്ക് ഇന്റഗ്രൽ കോസ് എന്ന് പറയുന്ന ഒരു ടേം വന്നു. വാട്ട് ഈസ് ഇന്റഗ്രൽ ഓഫ് കോസ്? വി നോ ഇന്റഗ്രൽ ഓഫ് കോസ് ഈസ് സൈൻ. സോ അവർ
So integrating this expression we will get 0. നമ്മൾ ഈ എക്സ്പ്രഷൻ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. സോ അതിന്റെ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പ് ഒന്ന് മനസ്സിലാക്കണം, ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി ഇന്റഗ്രേഷൻ ആണ്. കോസിനെ ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക, സൈൻ, അപ്പൊ നമുക്ക് സൈൻ 2n pi x by l എന്ന് കിട്ടും. നൗ പുട്ട് l ഈക്വൽ ടു 0, നൗ പുട്ട് x ഈക്വൽ ടു 0, സോ വി ഗെറ്റ് സൈൻ 0. നൗ പുട്ട് x ഈക്വൽ ടു l, സോ എല്ലും കട്ടായി എന്ത് കിട്ടും? നമുക്ക് സൈൻ 2n pi കിട്ടും. സോ അതും 0 ആണ്. സോ ദ ഹോൾ ടേം ബിക്കം 0. സോ ആ ടേം മൊത്തം 0 ആണെന്ന് മനസ്സിലാക്കിയാൽ മതി. നൗ we reduced this expression to a square into integral 0 to l 1 by 2 dx equal to 0. ഈ ഇന്റഗ്രൽ 0 to l 1 by 2 dx ഇന്റഗ്രേറ്റ് ചെയ്യുക. ആൻഡ് അറ്റ് ലാസ്റ്റ് അത് ഇന്റഗ്രേറ്റ് ചെയ്തു, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ലിമിറ്റ് 0 to l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ഇന്റഗ്രൽ 1 by 2 dx എന്താ? x by 2. Now substitute the limit 0 to l and we will get a square by 2 into l is equal to 1. Or we get now an expression for this constant a as a is equal to root 2 by l. നമുക്ക് വേവ് ഫംഗ്ഷനിൽ ഒരു വേവ് ഫംഗ്ഷനിലെ എക്സ്പ്രഷൻ കോൺസ്റ്റന്റ് ആണ് എ. എക്ക് നമുക്ക് ഒരു എക്സ്പ്രഷൻ നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു ഇൻ ദ ടേംസ് ഓഫ് എൽ. വാട്ട് ഈസ് എൽ? എൽ എന്ന് പറഞ്ഞാൽ എന്താ? എൽ ഈസ് ദ ഡയമെൻഷൻ ഓർ ദി ലെങ്ത് ഓഫ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ലെങ്ത് ആണ് എൽ. സോ നൗ വി ഗെറ്റ് ദി എക്സ്പ്രഷൻ ഫോർ ദിസ് കോൺസ്റ്റന്റ് ആസ് root 2 by l. സോ നൗ ദിസ് സബ്സ്റ്റിറ്റ്യൂട്ട് ദിസ് എ, ഈ എക്കുള്ള എക്സ്പ്രഷൻ എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? നമുക്കുള്ള പാരന്റ് ഇക്വേഷൻ, അതായത് we have here the function expression for wave function as psi of x equal to a sin n pi by lx എന്ന് പറയുന്ന ഇതുണ്ട്. അതിൽ എക്ക് വരെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക root 2 by l. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് root 2 by l. നമ്മൾ root 2 by l സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. then we will get psi of x equal to root 2 by l sin n pi x by l. Now we get an expression for a particle which is trapped in a square well potential of length l. അതായത് ലെങ്ത് l ഉള്ള ഒരു ബോക്സിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ ലെങ്ത് l ഉള്ള വൺ ഡയമെൻഷണൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. What is it? It looks like psi of x equal to root of 2 by l sin n pi x by l. Now using this wave function we can derive all the known properties of this particle. നമുക്ക് wave function കിട്ടിയാലുള്ള ഉപയോഗം എന്താ? നമുക്ക് ഈ മെറ്റീരിയലിന് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന് അല്ലെങ്കിൽ കൺഫൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പാർട്ടിക്കിളിന്റെ പലവിധ പ്രോപ്പർട്ടീസും നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ എല്ലാ പ്രോപ്പർട്ടീസ് ഒന്നും ഡിറൈവ് ചെയ്തെടുക്കുന്നില്ല. വി ഓൺലി ഡീൽ അബൌട്ട് ദ എനർജി. വാട്ട് ആർ ദി എനർജി ഐക്കൺ വാല്യൂസ് ഓർ വാട്ട് ആർ ദി എനർജി വാല്യൂസ് വിച്ച് ക്യാൻ ബി പൊസസ്ഡ് ബൈ പാർട്ടിക്കിൾ. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന് ഏതൊക്കെ എനർജി ലെവൽ പൊസസ് ചെയ്യുക. സോ ഇൻ ഓർഡർ ടു ഡിറൈവ് ദി എനർജി ലെവൽ വി ഫസ്റ്റ് ടേക്ക് ദ സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ആദ്യം ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേം ഡിറൈവ് ചെയ്തെടുക്കുമ്പോൾ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷനിൽ ജസ്റ്റ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയത് ഓർമ്മയുണ്ടോ? കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2me by h കട്ട് സ്ക്വയർ. സോ അത് ഓർമ്മയില്ലെങ്കിൽ നമുക്കൊന്നും കൂടി ബാക്കോട്ട് പോവാം. So here we have നമ്മൾ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എഴുതി. സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ ജനറൽ ഫോമിൽ നിന്ന് we substituted k square equal to 2me by h കട്ട് സ്ക്വയർ. അത് ഓർമ്മയുണ്ടല്ലോ. സോ അത് തന്നെയാണ് ഇവിടെ എടുത്തെഴുതിയിരിക്കുന്നത്. സോ വി ആർ അഗെയിൻ റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ. k square is equal to 2me by h കട്ട് സ്ക്വയർ. And from the boundary conditions we get that kl is equal to n pi. അപ്പൊ ഇതൊരു എക്സ്പ്രഷൻ ആണ്, ഒരു ഇക്വേഷൻ 1 എന്ന് വിചാരിക്കുക. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്തു? ബൗണ്ടറി കണ്ടീഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു കാര്യം എഴുതി. വാട്ട് ഈസ് ഇറ്റ്? കെ എൽ ഈസ് ഇക്വൽ ടു എൻ പൈ. അതും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി റീവൈൻഡ് ചെയ്ത് തിരിച്ചു പോവാം. ഹിയർ യൂസിങ് നമ്മൾ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? വി ഗെറ്റ് സൈൻ കെ എൽ ഈക്വൽ ടു 0. സോ ഇൻ ഓർഡർ ടു ഹോൾഡ് ദിസ് ഇക്വേഷൻ, in order to obey this equation, kl should be equal to some integer of pi or kl should be equal to n pi. ഇതാണ് നമ്മൾ താഴെ എടുത്ത് എഴുതിയിരിക്കുന്നത്. Okay, so kl should be n pi or k is equal to n pi by l, or just square this term. നമ്മൾ ഈ എക്സ്പ്രഷൻ ഒന്ന് സ്ക്വയർ ചെയ്യുക. സോ k square equal to n square pi square by l square. Okay, now we have two terms which is defining k square. k square എക്സ്പ്രഷൻ തരുന്ന രണ്ട് ഇക്വേഷൻസ് നമ്മളുണ്ട്, നമുക്ക് ഇവിടെ കിട്ടി. സോ ഈക്വലൈസ് ദ ബോത്ത് ഇക്വേഷൻ രണ്ട് ഈക്വലൈസ് ചെയ്യുക. ദാറ്റ് ഗിവ്സ് us
n square pi square by L square equal to 2 me by h cut square. It gives us. Now isolate this e എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് ഒറ്റയ്ക്കാക്കി എടുക്കുക. അതായത് എച്ച് കട്ട് സ്ക്വയറിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, 2m ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ അതായത് ജസ്റ്റ് റീഅറേഞ്ച് ദ ഇക്വേഷൻ ബൈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. സോ വി ഗെറ്റ് an expression for E as n square h square by 8ml square. സോ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, എച്ച് കട്ട് എന്ന് പറയുക, എച്ച് കട്ട് ഈസ് ദ റെഡ്യൂസ്ഡ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആൻഡ് എച്ച് കട്ട് ഈസ് ഈക്വൽ ടു എച്ച് ബൈ 2 പൈ. എച്ച് കട്ട് എന്ന് പറയുന്നത് എച്ച് ബൈ 2 പൈ ആണ്. ദാറ്റ് മീൻസ് എച്ച് കട്ട് സ്ക്വയർ ഈക്വൽ ടു എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ. സോ എച്ച് കട്ട്, സോ വാട്ട് യു മീൻ ബൈ ക്രോസ് മൾട്ടിപ്ലൈങ് എച്ച് കട്ട് സ്ക്വയർ? ദാറ്റ് മീൻസ് ക്രോസ് മൾട്ടിപ്ലൈങ് എച്ച് സ്ക്വയർ ബൈ 4 പൈ സ്ക്വയർ. സോ ഇവിടെ വരുമ്പോൾ പൈ സ്ക്വയറും പൈ സ്ക്വയർ ഒക്കെ കട്ടാവും. അതുകൊണ്ടാണ് നമുക്ക് എനർജിയുടെ എക്സ്പ്രഷനിൽ ഈ പൈ സ്ക്വയർ കാണാൻ പറ്റാത്തത്. സോ at last we will get an expression for energy as n square h square by 8ml square. And this is very very important. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി, ഈ എക്സ്പ്രഷൻ ഒന്നും കൂടി വായിച്ചു നോക്കുക. ജസ്റ്റ് റീഡ് ഇറ്റ്. E is equal to energy of E എന്ന് പറയുന്നത് എന്താണ്? E is the energy of particle which is possessed by a quantum particle which is trapped in a square well potential of length L. അതായത് ലെങ്ത് എൽ ഡയമെൻഷൻ ഉള്ള ലെങ്ത് ഉള്ള ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ട മാസ് എം ഉള്ള പാർട്ടിക്കിളിനെ അതിന് പ്രോസസ് ചെയ്യാൻ പറ്റിയ എനർജിയാണിത്. ആൻഡ് ദർ ഈസ് എ ടേം കോൾഡ് എൻ സ്ക്വയർ. ഇതിൽ എൻ സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ട്. ആൻഡ് എൻ ക്യാൻ ഓൺലി പ്രോസസ് ഇൻറ്റജർ വാല്യൂസ്. നമ്മൾ സൈൻ കെ എൽ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ബൗണ്ടറി കണ്ടീഷനിൽ നിന്നാണ് ഈ എൻ എന്ന് പറയുന്ന ഇൻറ്റജർ വാല്യൂ എടുത്തത്. എൻ ഈസ് ഈക്വൽ ടു 1 2 3 എങ്കിൽ മാത്രമേ സൈൻ കെ എൽ 0 ആവുള്ളൂ. സോ ഹിയർ എൻ ഈസ് ഈക്വൽ ടു 1 2 3 4. That means now our particle can only possess some of the energies. Particle ne ചില എനർജി മാത്രമേ പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. Now put n is equal to 1. n 1 ആയിട്ട് കൊടുക്കുക. Now E is equal to n is equal to 1 means 1 square or h square by 8ml square. Now put n is equal to 2. What happens? E is equal to 2 square 4 h square by 8ml square. Now put n is equal to 3. It become 9h square by 8ml square. അല്ലെങ്കിൽ 4 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 16h square by 8ml square. So the particle inside a square well potential or a box can only possess some sort of energy, or more precisely energy is quantized for a particle inside a square well potential. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ട്രാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്ന പാർട്ടിക്കിളിന്റെ എനർജി എന്താണ്? ക്വാണ്ടൈസ്ഡ് ആണ്. സോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ വൈ ദിസ് ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സ് ഈസ് കോൾഡ് ക്വാണ്ടം മെക്കാനിക്സ്? എന്തുകൊണ്ടാണ് ഈ ബ്രാഞ്ച് ഓഫ് മെക്കാനിക്സിനെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് വിളിക്കുന്നത്? അതിന് കാരണം ഇതാണ്, എനർജി. ഇപ്പൊ ഇത് എനർജിയുടെ കേസ് നമ്മൾ പഠിക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ കൂടുതൽ ഡീപ്പായിട്ട് ക്വാണ്ടം മെക്കാനിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആംഗുലാർ മൊമെന്റം, സ്പിൻ, അതുപോലെ പല പ്രോപ്പർട്ടീസും എന്താണ്, ഇറ്റ് ഈസ് ക്വാണ്ടൈസ്ഡ് ഫോർ ദി പാർട്ടിക്കിൾസ് ഓഫ് ദിസ് നാച്ചർ. ഇതുപോലെ ഇലക്ട്രോൺ, അതുപോലെ പല ഇതേ സൈസിലുള്ള പല പാർട്ടിക്കിൾസിന്റെ കേസിലും എവറിത്തിങ് ഈസ് ക്വാണ്ടൈസ്ഡ്. സോ വി കോൾ ദിസ് ബ്രാഞ്ചസ് ക്വാണ്ടം മെക്കാനിക്സ്. ഓക്കെ, നമുക്കൊന്നും കൂടി എനർജിയിലേക്ക് തിരിച്ചു വരാം. എന്താണ് പറഞ്ഞത്? now the energy of this particle with mass m which is trapped in a square well potential of length L can only possess the some energy values. ചില എനർജി വാല്യൂസ് പോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒന്നെങ്കിൽ h square by 8ml square or 4h square by 8ml square, 9h square by 8ml square. That means the energy of a particle inside a square well potential is quantized. Okay, ഇതൊരു സിമ്പിൾ കാര്യമാണ്. നമ്മൾ പഠിച്ചതാണ് സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിൽ ഒരു പാർട്ടിക്കിൾ, മാസ് എം ഉള്ള പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്യപ്പെടുന്നു. നമ്മൾ സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്ത് ഡിറൈവ് ചെയ്ത് അവസാനം നമുക്ക് കിട്ടി എനർജി എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ഈ പാർട്ടിക്കിൾ, അതായത് ഇലക്ട്രോൺ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ, ഇതിന് ചില എനർജിയിൽ മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ whole point. And it is not a simple thing, it has large implications. ഇതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ പഠിച്ചു, അതിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണെന്ന് പഠിക്കുന്നതിനേക്കാൾ ഇറ്റ് ഹാസ് എ ലാർജ് അപ്ലിക്കേഷൻ. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റത്തെ കുറിച്ച് ചിന്തിക്കുക. ഇറ്റ് ഹാസ് ഓൺലി 1 proton and 1 electron. Now this electron is trapped in a nuclear potential. നമ്മൾ ഏതൊരു ആറ്റം എടുത്തു കഴിഞ്ഞാലും അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺസ് ഒക്കെ എന്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്? ഇറ്റ് ഈസ് trapped into a nuclear potential. So if we compare the nuclear potential to square well potential, we can now understand why these electrons can only possess some of the orbital. നമ്മൾ ബോർ മോഡൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. ബോർ മോഡലിന് അന്ന് ബോർ മോഡൽ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷെ എങ്കിൽ പോലും ബോർ മോഡൽ ഒക്കെ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് എന്താണ്,
ന്യൂക്ലിയസിന് ചുറ്റും ആറ്റംസ് സർട്ടൈൻ ഓർബിറ്റൽസിലാണ് റിവോൾവ് ചെയ്യുന്നതൊക്കെ പഠിച്ചിട്ടുണ്ട്. വൈ ദിസ് ഇലക്ട്രോൺസ് ക്യാൻ ഓൺലി ഓർബിറ്റ് ഇൻ സർട്ടൈൻ ഓർബിറ്റൽ? എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺസ് ചില ഓർബിറ്റൽസിൽ മാത്രം റിമെയിൻ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺസിന് ചില എനർജി മാത്രം പ്രോസസ് ചെയ്യാൻ പറ്റുന്നത്? ദി ആൻസർ ഈസ് ഹിയർ. ഇപ്പൊ നമുക്ക് ഇവിടെ ഉത്തരവുണ്ട്. നമ്മൾ ജസ്റ്റ് ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ കൺസിഡർ ചെയ്യുമ്പോൾ പോലും നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എ പാർട്ടിക്കിൾ വിച്ച് ഇസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ക്യാൻ ഓൺലി പൊസസ് സം എനർജി. ചില എനർജി ലെവൽസ് മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റുള്ളൂ, ചില എനർജി മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റൂ, ഡ്യൂ ടു ദ റെസ്ട്രിക്ഷൻസ് ഓഫ് ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. സോ വെൻ വി കമ്പയർ ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ടു ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ, സോ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വരും, എങ്കിൽ പോലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ, ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, because the electrons or the particles shows quantum nature, it can only possess some എനർജി. ചില എനർജി മാത്രമേ ഇതിന് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മാക്സ്വെൽസ് ഇക്വേഷനൊക്കെ ഈ ബോർ മോഡൽ ആദ്യം എമർജ് ചെയ്തപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷനൊക്കെ അത് കോൺട്രഡിക്റ്റ് ചെയ്തു. കാരണം ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. വെൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഈസ് മൂവിങ് അറൌണ്ട് സംതിങ്, ഇറ്റ് വിൽ ലൂസ് എനർജി ആൻഡ് ഇറ്റ് ഷുഡ് ഫാൾ ടു ന്യൂക്ലിയസ്. അതായത് ഇലക്ട്രോൺ പോലെയുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് റിവോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റണം, എനർജി ലൂസ് ചെയ്ത് അവസാനം ന്യൂക്ലിയസിലേക്ക് ഫാൾ ഔട്ട് ചെയ്യണം എന്നാണ് തിയറി. ബട്ട് വിത്ത് ദ എമർജിങ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ് എമർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ ഇലക്ട്രോൺസ് ഈ ആറ്റത്തിന് ന്യൂക്ലിയസിന് ചുറ്റും ചില ഓർബിറ്റൽസിൽ മാത്രം പൊസസ് ചെയ്യുന്നതിന് കാരണം. ഓക്കെ, കൂടുതൽ പറഞ്ഞത് കൊളാക്കുന്നില്ല. നൗ വാട്ട് ഈസ് ദ, ഇഫ് വി പ്ലോട്ട് ദ eigen function, നമ്മളിപ്പോ വേവ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇഫ് യു പ്ലോട്ട് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദിസ് പാർട്ടിക്കിൾ ഇൻസൈഡ് ദിസ് ബോക്സ്, we have general equation. നമുക്ക് general equation ഉണ്ട് വേവ് ഫംഗ്ഷൻ. വാട്ട് ഈസ് ദ general equation for wave function? psi of n equal to root 2 by L sin n pi x by L. So if we plot, put n is equal to 1, നമ്മൾ ആദ്യം n ന് 1 കൊടുക്കുന്നു. n ന് 1 കൊടുത്തു കഴിഞ്ഞാൽ the wave function should look like this. ഈ സൈൻ ഫംഗ്ഷൻ നമ്മളിവിടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, this wave function should be look like this. And if we put n is equal to 2, then our wave function should look like this. And if we put n is equal to 3, our wave function should look like this. And this all waves look like a standing wave. അതായത് ഈ ഇലക്ട്രോൺ ഈ എല്ലാ വേവ്സും സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അതൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമുക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതായത് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ബോക്സിനുള്ള, ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യലുള്ള ട്രാപ്പ് ചെയ്യപ്പെടുമ്പോൾ അത് ശരിക്കും അവിടെ റിമെയിൻ ചെയ്യുന്നത് സ്റ്റാൻഡിങ് വേവ്സ് ആയിട്ടാണ്. ഇഫ് ദാറ്റ് ഇലക്ട്രോൺ n is equal to 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ ദ സ്റ്റാൻഡിങ് വേവ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്. ആൻഡ് n equal to 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ ദിസ് വേവ് ഷുഡ് ലുക്ക് ലൈക്ക് ദിസ്. സോ this is how a particle is residing in a square well potential. നമ്മൾ നോർമലി റിയൽ ലൈഫിൽ പാർട്ടിക്കിൾ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന പല സാധനങ്ങളും ഈ ക്വാണ്ടം സ്കെയിലിലേക്ക് വരുമ്പോൾ വേവ്സ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് വേവ് നാച്ചർ സ്റ്റാൻഡിങ് വേവ് ആയിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രോപ്പർട്ടി വേരിയേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതൊരു എക്സ്പ്ലനേഷൻ ആയി തോന്നുന്നു. സോ നമ്മൾ up to this we discussed about square well potential. We derived the properties of a particle which is trapped in a square well potential. അതായത് ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ട പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെ? നമ്മൾ ആദ്യം സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ വെച്ച് അതിനെ സോൾവ് ചെയ്തു, അതിന്റെ വേവ് ഫംഗ്ഷൻ സോൾവ് ചെയ്തെടുത്തു, അവസാനം അതിന്റെ എനർജി ഡിറൈവ് ചെയ്തു. എനർജി ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, എനർജി ഈസ് ക്വാണ്ടൈസ്ഡ്. ദാറ്റ് മീൻസ് എ പാർട്ടിക്കിൾ which is trapped inside a square well potential can only possess some quantas of energies. Okay, and it can explain why Bohr model is correct, and why electrons can only possess certain orbitals in atomsൽ certain orbitals മാത്രം possess ചെയ്യാനുള്ള കാരണം എന്താണെന്നൊക്കെ മനസ്സിലായി. Okay, now we are going to the last part of this quantum mechanics, that is quantum mechanical tunneling. നമ്മൾ ആ പാർട്ടിക്കിളിന്റെ ബോക്സ് കഴിഞ്ഞ് നമ്മൾ അവസാനത്തെ പാർട്ടിലേക്ക് വന്നു. ഇത് ചെറിയൊരു പാർട്ടാണ്, നിങ്ങൾ ജസ്റ്റ് ഈ കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് എസ് അല്ല, ജസ്റ്റ് ഷോർട്ടായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന്. സോ വാട്ട് ഈസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്? So in order to understand quantum mechanical tunneling, consider a classical wave or a classical particles which is moving to a potential barrier. That means consider we have a potential barrier at x equal to 0. അതായത് നമുക്ക് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പൊസിഷനിൽ ഒരു പൊട്ടൻഷ്യൽ ബാരിയർ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചു എന്താണ് ഒരു പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്.
അറ്റ് ദാറ്റ് സ്റ്റേജ് ആ ഒരു സമയത്ത് പൊട്ടൻഷ്യൽ ബാരിയറിന്റെ ഹൈറ്റ് എന്താണ്? ഇൻഫിനിറ്റ് ആണ്. പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റ് ആണ്. നൗ വി ആർ കൺസിഡറിങ് എ പൊട്ടൻഷ്യൽ ബാരിയർ വിത്ത് ഹൈറ്റ് V0. അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് V0 ആണ്. And if a classical particle is coming incidenting on this potential barrier, അതായത് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ ഇവിടുന്ന് മൂവ് ചെയ്ത് വരുന്നു, ഈ പൊട്ടൻഷ്യൽ ബാരിയറിൽ വന്ന് ഇടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് സംഭവിക്കും എന്ന് പറയണമെങ്കിൽ വി വാണ്ട് ടു നോ വാട്ട് ഈസ് ദ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ. ഇഫ് ദ എനർജി ഇ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ V0, if the energy of the particle which is incidenting on this barrier is less than V0, or the potential less than the potential energy of this potential barrier, then there is no probability of finding this particle in region 3, 2 or 3. അതായത് ഇങ്ങനെ വരുന്ന ഇൻസിഡന്റ് ക്ലാസിക്കൽ വേവോ ക്ലാസിക്കൽ പാർട്ടിക്കിളോ ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ് എന്താണ്? ഒരു തരത്തിലും എനർജി ഇ എന്ന് പറയുന്നത് ഈ V0നേക്കാളും കുറവാണെങ്കിൽ ഒരു തരത്തിലും ഈ പൊട്ടൻഷ്യൽ ബാരിയറിനെ കടന്നു പോകാൻ ആ പാർട്ടിക്കിളിന് പറ്റില്ല. അതായത് റീജിയൻ 2ലോ 3ലോ നമുക്ക് ആ പാർട്ടിക്കിളിനെ കാണാൻ പറ്റില്ല. ഇഫ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ V0, ഇപ്പൊ വരുന്ന പാർട്ടിക്കിളിന്റെ എനർജി ഗ്രേറ്റർ ദാൻ V0 ആണെങ്കിൽ വി ക്യാൻ സീ എ ട്രാൻസ്മിറ്റഡ് വേവ് ഹിയർ. എനർജി കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ പറ്റും. ഓക്കെ, ബട്ട് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്, പക്ഷെ ക്ലാസിക്കൽ മെക്കാനിക്സിൽ നിന്ന് മാറി നിന്ന് അക്കോർഡിംഗ് ടു ലോസ് ഓഫ് ക്ലാസിക്കൽ മെക്കാനിക്സ്, അതായത് നമുക്ക് ഇഫ് ദ പാർട്ടിക്കിൾ ഇൻസിഡന്റിങ് ഓർ ഇഫ് ദ ഇൻസിഡന്റ് വേവ് ഷോ സം ക്വാണ്ടം മെക്കാനിക്കൽ ബിഹേവിയർ, അതായത് ഇപ്പൊ ഇൻസിഡന്റ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഇലക്ട്രോണോ പ്രോട്ടോണോ അങ്ങനെയുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ there is a finite probability of finding the particle in the region 2 and region 3 if energy is less than V0. അതായത് ഇൻസിഡന്റ് ചെയ്യുന്ന പാർട്ടിക്കിള് ഇലക്ട്രോണോ പ്രോട്ടോണോ പോലെയുള്ള ക്വാണ്ടം മെക്കാനിക്കൽ ബിഹേവിയർ കാണിക്കുന്ന പാർട്ടിക്കിൾ ആണെങ്കിൽ എന്താണ്? ഈ പാർട്ടിക്കിൾ എനർജി എന്ന് പറയുന്നത് ഈ എനർജി V0നേക്കാൾ കുറവാണെങ്കിൽ തന്നെ, ഇഫ് ദ എനർജി ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ ദി പൊട്ടൻഷ്യൽ എനർജി ഓഫ് ബാരിയർ, then there is a finite probability of finding particle in region 2 and 3. അതായത് എനർജി കുറവാണെങ്കിൽ തന്നെയും റീജിയൻ 2ലും 3ലും ആ ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയുണ്ട്. There is a finite probability and that phenomenon is called quantum mechanical tunneling. ആ ഫിനോമിനോന്റെ പേരാണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ദാറ്റ് മീൻസ് അതാണ് ഇവിടെ നോട്ടിൽ പറയുന്നത്. ക്ലാസിക്കലി all the particles will be reflected back if the energy of particle is less than V0 and will be transmitted to region 3 if E greater than V0. എനർജി കുറവാണെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കില്ല, എനർജി കൂടുതലാണെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കും. ബട്ട് ക്വാണ്ടം മെക്കാനിക്കലി there is a finite probability for the particle to be transmitted into region 3 or region 2 even if energy is less than V0. ഈ പാർട്ടിക്കിൾ എനർജി V0 എന്ന പൊട്ടൻഷ്യൽ ബാരിയറിന്റെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ കുറവാണെങ്കിൽ തന്നെ there is a finite probability of particle to be transmitted to other regions. This phenomenon of tunneling through potential barrier is known as quantum mechanical tunneling. ഈ ഫിനോമിനോന്റെ പേരാണെന്ത്? ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. ഇത് മാത്തമാറ്റിക്കലി നമുക്ക് വേവ് ഇക്വേഷൻ ഒക്കെ യൂസ് ചെയ്ത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ മതി എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് എന്ന്. ഓക്കെ, ആൻഡ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഈസ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഫ്രം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. നമുക്ക് ന്യൂക്ലിയർ പൊട്ടൻഷ്യലിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ? ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ ഹാവ് എ വെരി ഹൈ പൊട്ടൻഷ്യൽ എനർജി. ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വളരെ വലിയ പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു പൊട്ടൻഷ്യൽ ആണ്. ആൻഡ് വി ക്യാൻ ഒബ്സർവ് എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ്. നിങ്ങൾ ആൽഫ ഡീകെ എന്ന് കേട്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ആൽഫ ഡീകെ? ആൽഫ ഡീകെ ഈസ് ദ എമിഷൻ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഫ്രം എ ന്യൂക്ലിയസ്. ഒരിക്കലും ആൽഫ പാർട്ടിക്കിൾസിന്റെ എനർജി ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ എനർജിനേക്കാളും വലുതല്ല. അതായത് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസിന്റെ എനർജി എടുക്കുകയാണെങ്കിൽ ഈ ന്യൂക്ലിയസിന്റെ പൊട്ടൻഷ്യൽ എനർജിയേക്കാൾ വളരെ കുറവാണ്. എന്നിട്ട് നമ്മൾ എന്ത് കാണുന്നുണ്ട്? നമുക്ക് വി ക്യാൻ ഒബ്സർവ് ആൽഫ ഡീകെ. നമുക്ക് ന്യൂക്ലിയസിന്റെ പുറത്തേക്ക് ആൽഫ പാർട്ടിക്കിൾസ് എമിഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദാറ്റ് പ്രൂവ്സ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഹാപ്പൻസ്. അതെന്താ പ്രൂവ് ചെയ്യുന്നത്? റിയൽ വേൾഡിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് നടക്കുന്നുണ്ട് ആക്ച്വലി. Why? Because of quantum mechanical effect. ഈ എമിറ്റ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾ എന്ന് പറയുന്ന ഇലക്ട്രോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ മൾട്ടിപ്പിൾസ് ആണ്. സോ ആ ഒരു സൈസുള്ള പാർട്ടിക്കിൾസ് വരുമ്പം അതിന് ക്വാണ്ടം മെക്കാനിക്കൽ എഫക്ട് വരും. സോ ദർ ഇസ് എ ഫൈനൽ പ്രോബിലിറ്റി ഓഫ് ഫൈൻഡിങ് ദ പാർട്ടിക്കിൾസ് ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയർ പൊട്ടൻഷ്യൽ മറികടക്കുന്ന എങ്ങനെയാണ്?
due to this quantum mechanical tunneling. Or best applications of quantum mechanical tunneling is using tunnel diode. നിങ്ങൾ ടണൽ ഡയോഡ് കേട്ടിട്ടുണ്ടോ? ടണൽ ഡയോഡിൽ ബാരിയർ പെനട്രേഷൻ നടക്കുന്നുണ്ട്. ഓൾസോ സ്കാനിങ് ടണലിംഗ് മൈക്രോസ്കോപ്പിലും ഇലക്ട്രോൺ ടണലിംഗ് നടക്കുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ട് നമുക്കിവിടെ കഴിഞ്ഞു. നമ്മൾ ഇന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. അതായത് ഇന്നലെ പഠിച്ച ഡെറിവേഷന്റെ ബാക്കി പഠിച്ചു. ദാറ്റ് മീൻസ് ഇഫ് എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ, അതായത് ഒരു പാർട്ടിക്കിൾ മാസ് എം ഉള്ള ഒരു പാർട്ടിക്കിൾ ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ടു. ഹൗ ക്യാൻ വി ഡിറൈവ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ? ആ പാർട്ടിക്കിളിന്റെ പ്രോപ്പർട്ടീസ് നമുക്ക് എങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും? ക്ലാസിക്കൽ പാർട്ടിക്കിൾ ആണെങ്കിൽ നമുക്ക് ഒരു ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക, ന്യൂട്ടൺ സെക്കൻഡ് ലോ യൂസ് ചെയ്യുക. ബട്ട് ദിസ് ഈസ് എ ക്വാണ്ടം പാർട്ടിക്കിൾ, ദാറ്റ് മീൻസ് എ പാർട്ടിക്കിൾ വിച്ച് ഷോസ് ഡുവൽ ബിഹേവിയർ. സോ വാട്ട് വി ഡു, നമ്മൾ എന്ത് ചെയ്തു? വി യൂസ്ഡ് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ ടു ഡിറൈവ് ദ പ്രോപ്പർട്ടീസ്. സോ നമ്മൾ ഈ പാർട്ടിക്കിളിന് സ്ക്രോഡിഞ്ചേഴ്സ് ടൈം ഇൻഡിപെൻഡന്റ് ഇക്വേഷൻ എഴുതി, ദെൻ വി റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ. നമ്മൾ എന്ത് ചെയ്തു? സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷന് നമുക്കൊരു എക്സ്പ്രഷൻ കിട്ടി. സോ വി ഗെറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ വേവ് ഫംഗ്ഷൻ ആൻഡ് യൂസിങ് ദ ബൗണ്ടറി കണ്ടീഷൻസ് ഓഫ് ദി സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ വി ഡിറൈവ്ഡ് ഫൈനൽ എക്സ്പ്രഷൻ ഫോർ ദി വേവ് ഫംഗ്ഷൻ ഓഫ് പാർട്ടിക്കിൾ. നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ക്വയർ വെൽ പൊട്ടൻഷ്യലിന്റെ ബൗണ്ടറി കണ്ടീഷൻസ് യൂസ് ചെയ്തിട്ട് ഈ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ ഒരു എക്സ്പ്രഷൻ കണ്ടെത്തി. യൂസിങ് ദാറ്റ് വേവ് ഫംഗ്ഷൻ വി ക്യാൻ ഡിറൈവ് ഓൾ ദി നോൺ പ്രോപ്പർട്ടീസ് ഓഫ് ദിസ് പാർട്ടിക്കിൾ. ആ വേവ് ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ ഈ പാർട്ടിക്കിളിന്റെ നോൺ പ്രോപ്പർട്ടീസ് ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ ഡയറക്ട്ലി ഡിറൈവ്ഡ് ദ energy of this particle. What are the energy levels which can be possessed by this particle? ഈ പാർട്ടിക്കിളും പോസസ് ചെയ്യാൻ പറ്റിയ എനർജി ലെവൽസ് ഏതാന്ന് നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ, അങ്ങനെ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു ഇക്വേഷനിലെത്തി. ദാറ്റ് മീൻസ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എൻ സ്ക്വയർ, ഓർ എനർജി ഈസ് ക്വാണ്ടൈസ്ഡ് ഇൻ ദ കേസ് ഓഫ് എ പാർട്ടിക്കിൾ വിച്ച് ഈസ് ട്രാപ്ഡ് ഇൻ എ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ. ഒരു സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ട്രാപ്പ് ചെയ്യപ്പെട്ട ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അതായത് ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. അതിന് ഏത് എനർജിയും പൊസസ് ചെയ്യാൻ പറ്റില്ല, ചില എനർജി ലെവൽസ് മാത്രമേ പൊസസ് ചെയ്യാൻ പറ്റൂ. ആൻഡ് ഇറ്റ് ഹാസ് ലാർജർ ഇംപ്ലിക്കേഷൻ. അത് വലിയ വലിയ അപ്ലിക്കേഷൻസ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും. ഇറ്റ് പ്രൂവ്സ് വൈ ബോർ മോഡൽ ഈസ് കറക്റ്റ്. അല്ലെങ്കിൽ ബോർ മോഡൽ എന്തുകൊണ്ടാണ് കറക്റ്റ് ആയിരിക്കുന്നത്, അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വൈ ഇലക്ട്രോൺ ക്യാൻ ഓൺലി പൊസസ് സർട്ടൈൻ ഓർബിറ്റൽസ് ഇൻ ആറ്റംസിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസിന് ചില ഓർബിറ്റൽസ് മാത്രം പൊസസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് ലാസ്റ്റ് വി ഡിസ്കസ്ഡ് അബൌട്ട് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്. എന്താണ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്? ക്ലാസിക്കലി ഒരു പൊട്ടൻഷ്യൽ ബാരിയർ, ഒരു V0 പൊട്ടൻഷ്യൽ എനർജി ഉള്ള ഒരു പൊട്ടൻഷ്യൽ ബാരിയർ മറികടക്കാൻ എനർജി കുറവുള്ള ഒരു പാർട്ടിക്കിളിന് ക്ലാസിക്കലി പറ്റില്ല. ബട്ട് അക്കോർഡിംഗ് ടു ക്വാണ്ടം മെക്കാനിക്സ്, ഇഫ് യു ആർ ഡീലിംഗ് വിത്ത് ക്വാണ്ടം മെക്കാനിക്കൽ പാർട്ടിക്കിൾ, ദർ ഈസ് എ ഫൈനൈറ്റ് പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദ റീജിയൻ 2 and 3. അതായത് എനർജി കുറവുള്ള പാർട്ടിക്കിൾ ആണെങ്കിൽ തന്നെ ക്വാണ്ടം മെക്കാനിക്കൽ ലോസ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്താണ്, ഒരു ബാരിയർ പെൻട്രേഷൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. റീജിയൻ 2ലും 3യിലൊക്കെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വി സീ ദിസ് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഇൻ അവർ റിയൽ ലൈഫ്. നമ്മൾ റിയൽ ലൈഫിൽ ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എവിടെ? ആൽഫ ഡീകെ. വി നോ ദാറ്റ് ആൽഫ പാർട്ടിക്കിൾസ് ആർ ലെസർ എനർജി താൻ ന്യൂക്ലിയർ പൊട്ടൻഷ്യലിനേക്കാളും എനർജി കുറവാണ് ആൽഫ പാർട്ടിക്കിൾസിന്. എന്നിട്ട് കൂടി വി ക്യാൻ ഒബ്സർവ് ആൽഫ ഡീകെ. അതിന്റെ അർത്ഥം ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ് റിയൽ വേൾഡിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, സോ ടൈം 11:18. സോ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന പാർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നോട്ട് അല്ലെങ്കിൽ ടെസ്റ്റ് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ടൈം കളയണ്ട, നമ്പർ പറഞ്ഞു 1 മുതൽ 2 absent. 3 2 2 present. ഓക്കെ, 4 മുതൽ പറഞ്ഞു. 4 5 6 absent. 7 8 9 10 11 12 13 14 15 16 17
19. 20. 21. 22. 23. 24, 25. 26, 20. 28. 29. 30. 31. 32. 33. 34. 35. 36. 37. 38. 39. 40 absent. 41. 42. 43. 44. 45. 46. 47. 48. 49. 50. 51. 52. 53. 54. 55. 56. 57. 58. 59. 60. 61. 62. 63. ഓക്കെ, അപ്പോൾ 6ഉം 40ഉം അബ്സെൻ്റ് ആണ്, മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.